ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലി വഅസ്ഹാബി ഹബീബിക്കൽ അഅ്ലം ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദർ റസൂലുള്ളാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുവാനും പറയുവാനും അവിടുത്തെ മദ്ഹികൾ കേട്ട് സന്തോഷിക്കുവാനും ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹു നമ്മുടെ ഈ മഹത്തായ ലക്ഷ്യം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അതുവഴി നമുക്ക് ഐഹികവും പാരത്രികവും ആത്മീയപരവുമായ എല്ലാ അഭിവൃദ്ധികളും അള്ളാഹു തരട്ടെ. നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 17ാമത്തെ ഹിസ്ബിൽ ആദ്യത്തെ ഗദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം സാരം പറഞ്ഞു തീർന്നു. ഇനി 17ാമത്തെ ഹിസ്ബിലെ ആദ്യത്തെ കവിതയാണ് പറയാൻ പോകുന്നത്. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അതിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാം. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നിൻ്റെ പ്രകീർത്തനം നൽകണേ, നീ തിരുനബിയെ പ്രകീർത്തിക്കണേ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ നരകത്തിൽ നിന്നും സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന നബി. യാ മൻ യുകല്ലിമുഹു നഫൂറു വുഹൂഷി വമുനജ്ജിയം മിൻ ജാഹിമിൻ മഹ്ശൂഷി. അത് തിരുനബിയെ ഒരു വിളിയാണ്. യാ മൻ യുകല്ലിമുഹു നഫൂറു വുഹൂഷി, ഓ നബിയെ, യുകല്ലിമുഹു നഫൂറു വുഹൂഷി, വന്യജീവികൾ പോലും, ജനങ്ങളോട് മനുഷ്യരോട് ഇണങ്ങാത്ത വന്യജീവികൾ പോലും അങ്ങയുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ടല്ലോ. അത്രയും മഹത്വമുള്ള നബിയെ. വന്യമൃഗം റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നിട്ട് റസൂലുള്ളാഹിയോട് സംസാരിക്കുന്നു. അത് റസൂലുള്ളാഹിയുടെ വലിയ മുഅ്ജിസത്താണ്. എത്രയോ ജീവികൾ റസൂലുള്ളാഹിയോട് സംസാരിച്ച സംഭവങ്ങൾ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടുമ്പ് സംസാരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിയോട്, മാന് സംസാരിച്ചിട്ടുണ്ട്, ചെന്നായ സംസാരിച്ചിട്ടുണ്ട്, കഴുത സംസാരിച്ചിട്ടുണ്ട്, ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു അറാബി, ഒരു മലയോരവാസിയായ മനുഷ്യന് ഒരു ഉടുമ്പിനെ വേട്ടയാടി അദ്ദേഹം ആ ഉടുമ്പിനെ കെട്ടിയിട്ട് കിടന്നുറങ്ങുകയാണ്. അന്നേരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. അപ്പോൾ ആ മനുഷ്യനെ ആ ഉടുമ്പിനെ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഉടുമ്പ് നിങ്ങൾ പ്രവാചകനാണെന്ന് സമ്മതിച്ച് വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ ലബ്ബു എന്ന് വിളിച്ചു, ഓ ഉടുമ്പേ എന്ന് വിളിച്ചു. ഉടുമ്പ് പറഞ്ഞു, ലബ്ബൈക വസഅദൈക്. ഉടുമ്പിൻ്റെ മറുപടി, ഞാനിതാ രണ്ടുത്തരം നൽകുന്നു, അങ്ങ് എന്ത് പറഞ്ഞതും കേൾക്കാൻ തയ്യാറാണ്. ലബ്ബൈക വസഅദൈക്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മൻ തഅബുദു, നീ ആർക്കാണ് ആരാധിക്കുന്നത് ഉടുമ്പേ? അപ്പോൾ ഉടുമ്പ് ആരാധിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞൊരു സത്യമാണ്, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്.
അപ്പോൾ ഉടുമ്പ് മറുപടി കൊടുത്തു, അല്ലദീ ഫിസ്സമായി അർഷുഹു, ആകാശത്ത് സിംഹാസനമുള്ള അള്ളാഹു, ആ അള്ളാഹുവിനാണ് ഞാൻ ആരാധിക്കുന്നത്, ഭൂമിയിലുള്ള ദൈവങ്ങൾക്കല്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ സിംഹാസനം അത് ആകാശത്താണല്ലോ ഉള്ളത്. ആകാശം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, 7 ആകാശത്തിൻ്റെ മുകളിൽ. അപ്പോൾ 7 ആകാശത്തിൻ്റെ മുകളിൽ ദുൽ അർഷിൽ മജീദ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ച് അവൻ അത്യുന്നതമായ അർഷ്, സിംഹാസനം, ആ സിംഹാസനമുള്ളവനാണ്. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിംഹാസനം 7 ആകാശത്തിൻ്റെ മുകളിലാണ്. ആ റബ്ബിനാണ് ഞാൻ ആരാധിക്കുന്നത്, ഭൂമിയിലുള്ള കല്ലിനോ വൃക്ഷങ്ങൾക്കോ ഭൂമിയിലുള്ള ഒരു ദൈവങ്ങൾക്കോ അല്ല. അങ്ങനെ റസൂലുള്ള ചോദിച്ചു, വേറെയും സംസാരിച്ചു. അങ്ങനെ റസൂലുള്ള ഉടുമ്പിനോട് ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? ആ ഉടുമ്പ് പറഞ്ഞു, റസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അങ്ങ്. ഇത് കേട്ടപ്പോൾ ആ അറാബി മുസ്ലിമായി. ഈ പറഞ്ഞ ഹദീസ് ചിലർ വ്യാജ എന്ന് പറയുന്നുണ്ട്. ആ വ്യാജം എന്ന് പറഞ്ഞത് വ്യാജമാണ്. ഹദീസ് വ്യാജമല്ല. ഹദീസ് ഇതുപോലത്തെ വിഷയങ്ങളിൽ ഉദ്ധരിക്കാവുന്ന പ്രാബല്യം അതിനുണ്ട്. അതുപോലെ മറ്റൊരു സമയത്ത് ഒരു പെൺമാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെൺമാന് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ട്. 3 പ്രാവശ്യം യാ റസൂലല്ലാഹ് വിഷമത്തോടെ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺമാന് കെട്ടിയിടപ്പെട്ടതായി കാണുന്നു. അടുത്ത് ആ പെൺമാനിനെ വേട്ടയാടിയ മനുഷ്യനുമുണ്ട്, ഒരു അറാബി. അദ്ദേഹം ഉറങ്ങുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാനിനോട് ചോദിച്ചു, മാ ഹാജത്തുക്കി, നിനക്കെന്താണ് വേണ്ടത്? യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കുന്നത് അറബി ഭാഷയിലാണ്. നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ആ മാന് നല്ല സ്ഫുടമായ അറബിയിൽ റസൂലുള്ളാഹിയോട് പറയാണ്, സ്വാദനി ഹാദൽ അറാബിയു വലി ഖിഷ്ഫാനി ഫീ ദാലിക്കൽ ജബലി ഫാതുലിഖ്നി ഹത്താ അദ്ഹബ ഫഉർളിയഹുമാ വഅർജിഅ. നബിയെ, ഈ അറാബി ആയ മനുഷ്യന് എന്നെ വേട്ടയാടിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പാലൂട്ടുന്ന, മുല കുടിക്കുന്ന 2 ചെറിയ മക്കളുണ്ട്. ആ മലയുടെ മുകളിൽ 2 ചെറിയ മക്കളിരിപ്പുണ്ട്. ഞാൻ അവർക്ക് മുലയൂട്ടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം, എന്നെ അങ്ങൊന്ന് അയച്ചിടുമോ, ഈ കെട്ടയച്ചിടുമോ? റസൂലുള്ളാഹി മാനിനോട് സംസാരിക്കുകയാണ്. വതഫഅലീൻ, നീ എന്തായാലും തിരിച്ചു വരൂലേ എന്ന് ചോദിച്ചു. മാന് പറഞ്ഞു, അദബനില്ലാഹു അദാബൽ അശാർ ഇല്ലം അഉദ്, ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ എന്നെ അള്ളാഹു തആല ചുങ്കം വാങ്ങുന്നവനെ ശിക്ഷിക്കുന്നത് പോലെയുള്ള ശിക്ഷ എന്നെ അള്ളാഹു ശിക്ഷിക്കട്ടെ, എന്തായാലും ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനിനെ അയച്ചു വിട്ടു. ആ മാന് അതിൻ്റെ കുട്ടികൾക്ക് മുലയൂട്ടി തിരിച്ചു വന്നു. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഈ അറാബി ഉണർന്നുപോയി. ആ അറാബി ചോദിച്ചു, റസൂലുള്ളാഹിനെയും കാണുന്നുണ്ട്, മാനിനെയും കാണുന്നുണ്ട് അടുത്ത്. ആ അറാബി ചോദിച്ചു, അദ്ദേഹം മുസ്ലിമാണ്, യാ റസൂലല്ലാഹ് മാ ഹാജത്തുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാവശ്യം, ഈ മാനിനെ നീ വെറുതെ വിടുവോ? അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ ആവശ്യം പരിഗണിച്ച് മാനിനെ വെറുതെ വിട്ടു. അന്നേരം ആ മാന് ആ മരുഭൂമിയിലൂടെ ഓടി അകലുകയാണ്. ഓടി അകലുന്ന സമയത്ത് ആ മാന് പറയുന്നുണ്ട്, 2 കാലുകൊണ്ട് ആ മരുഭൂമിയിൽ അടിച്ച് സന്തോഷം പ്രകടിപ്പിച്ച ആ മാന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങനെ മാന് സംസാരിച്ച, പെൺമാന് സംസാരിച്ച സംഭവം ഉണ്ട്. അതുപോലെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചെന്നായ സംസാരിച്ച സംഭവമുണ്ട്. ഒരു ചെന്നായ ആടിനെ പിടികൂടി. ആ ആടിൻ്റെ ഉടമ അമുസ്ലിമായിരുന്നു, അറാബിയായ അമുസ്ലിമായിരുന്നു. എല്ലാം അറാബികളോട് ബന്ധപ്പെട്ടാണ് വന്യമൃഗങ്ങളെ പറയുന്നത്. കാരണം അറാബികൾ, കാട്ടുവാസികൾ, മലയോരവാസികളാണല്ലോ വേട്ടയാടുക. അവർക്കാണ് വന്യമൃഗങ്ങളെ കിട്ടുക. അത് ആ സംഭവങ്ങളൊക്കെ അറാബിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു ചെന്നായ, ആ ചെന്നായ ഒരു ആടിനെ പിടികൂടി. ആ ആടിനെ അതിൻ്റെ ഉടമ ചെന്നായയിൽ നിന്ന് പറിച്ച് തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ചെന്നായ നല്ല അറബി ഭാഷയിൽ ആ മുസ്ലിം ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അലാ തത്തഖില്ലാ തൻസിഉ മിന്നീ റിസ്കൻ സാഖഹുല്ലാഹു ഇലയ്യ. അല്ല മനുഷ്യ, നീ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? അള്ളാഹു എനിക്ക് നൽകിയ ഒരു ഭക്ഷണമാണ് ഈ ആട്, ഇതിനെ നീ തിരിച്ചു വാങ്ങുകയാണോ? നീ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? ആ മനുഷ്യന് അത്ഭുതപ്പെട്ട്, ഒരു ചെന്നായാണ് സംസാരിക്കുന്നത്, അത്ഭുതപ്പെട്ട് ആ ചെന്നായുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ചെന്നായ വീണ്ടും സംസാരിക്കുകയാണ്, അലാ ഉഖ്ബിറുക ബിഅജബ മിൻ ദാലിക. നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഇതിലും അത്ഭുതം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്താ അത്ഭുതം? മുഹമ്മദും ബി യസ്രിബ യുഖ്ബിറുന്നാസ ബിഅംബാഇ മാ ഖദ് സബഖ അബി വമാ ഹുവ കായിൻ. മദീനയിൽ വെച്ച്, അന്ന് മദീന പേര് വന്നിട്ടില്ല, അന്ന് യസ്രിബ് എന്നാ പേര്. യസ്രിബിൽ അഥവാ മദീനയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞുപോയ സംഭവങ്ങളും കഴിഞ്ഞുപോയ സമുദായത്തിന് സംഭവിച്ച സംഭവങ്ങൾ, വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ പിന്നെ ആ മനുഷ്യന് മുസ്ലിം ആവാൻ അത് കാരണമായി. പിന്നെ കഴുത റസൂലുള്ളാഹിയോട് സംസാരിച്ച സംഭവമുണ്ട്. അതുപോലെ ഒട്ടകം സംസാരിച്ച എത്രയോ സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബീലയിൽ, ഒരു ഗോത്രക്കാരുടെ ഒട്ടകം അവർക്ക് തീരെ വഴങ്ങുന്നില്ല. വളരെ പ്രയാസപ്പെട്ട് അവർ റസൂലുള്ളാഹിയോട് ആ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രബലമായ ഹദീസാണ്, റസൂലുള്ളാഹി അങ്ങോട്ട് ചെന്നു. ആ ഒട്ടകം അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളെല്ലാം കടിക്കാൻ വരുന്നു. കെൽബിൽ കെലിബി എന്ന് ഹദീസ് കാണാം. വേപ്പട്ടിയെപ്പോലെ ആ ഒട്ടകം കടിക്കാൻ വരുന്നു. അങ്ങനെ ഒരു ഒറ്റ മനുഷ്യനും അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ അടുത്തേക്ക്, ഒട്ടകം കാണുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒട്ടകം റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വരുന്നു, ശാന്തമായി വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിൽ ആ ഒട്ടകം സുജൂദ് ചെയ്തു. റസൂലുള്ളാഹിയുടെ അടുത്തെത്തിയപ്പോൾ ഒട്ടകം സുജൂദ് ചെയ്തു. അപ്പോൾ സുജൂദ് ശിർക്കല്ലേന്നോ? എല്ലാ ജീവികളും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, അത് ശരിയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒട്ടകം സുജൂദ് ചെയ്താലും അത് ശിർക്കായി പോകില്ലേ? കേവലം സുജൂദ് ശിർക്കല്ല, ആരാധന എന്ന അർത്ഥത്തിൽ സുജൂദ് ചെയ്താലും ശിർക്കാണ്, മുമ്പിൽ ഭക്തിപൂർവ്വം നിന്നാലും ശിർക്കാണ്, എന്ത് കാട്ടി ചെയ്താലും ശിർക്കാണ്. ആരാധന എന്നുള്ള വിശ്വാസത്തിൻ്റെ അവിടെയാണ് ശിർക്ക് വരുന്നത്. നെറ്റിവെക്കുക എന്ന് പറയുന്നത് അത് കേവലം നെറ്റിവെക്കൽ ശിർക്കല്ല. പക്ഷേ നമ്മുടെ ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് നെറ്റിവെക്കൽ വൻ കുറ്റാണ്. മുൻ ശരീഅത്തിൽ അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്ക് നെറ്റിവെച്ച് അദ്ദേഹത്തെ ബഹുമാനിക്കൽ ഹറാമായിരുന്നില്ല. അപ്പോൾ ശിർക്കുമല്ല. നമ്മുടെ ശരീഅത്തിൽ നെറ്റിവെച്ച് സുജൂദ് ചെയ്യൽ വൻ കുറ്റാണ്. അങ്ങനെ ഒരാൾ സുജൂദ് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷത്തിൽ നിന്ന് നാം അദ്ദേഹം ശരിയില്ല, അമുസ്ലിമാണെന്നിലേക്ക് ചിലപ്പോൾ അടയാളമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് നമ്മോടുള്ള കൽപ്പനയാണ്.
മനുഷ്യന്മാരോടും ജിന്നുകളോടുള്ള കൽപ്പനയാണ് ഒരാൾക്കും സുജൂദ് ചെയ്യരുത്. അല്ലാഹു തആല മറ്റുള്ള ജീവികളോട്, മറ്റുള്ള സൃഷ്ടികളോട് ഇതേ നിയമമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുജൂദ് ചെയ്തു. ആ ഒട്ടകത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇവർ ചെയ്യാൻ പറയുന്ന ജോലി ചെയ്ത് ഇവർക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് നീ നിൽക്കണമെന്ന് ആ ഒട്ടകത്തോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ ആ ഉപദേശം കേട്ട് അവിടുന്ന് അങ്ങോട്ട് ആ ഒട്ടകം ആ ഗോത്രക്കാർക്ക് വഴിപ്പെട്ടു എന്ന് സ്വഹീഹായ പ്രബലമായ ഹദീസിൽ കാണാം. വേറെയും സംഭവങ്ങളുണ്ട്. മനുഷ്യനോട് ഇണങ്ങാത്ത ജീവികൾ, ഒട്ടകമൊക്കെ ഇണങ്ങുന്നതാണ്, ഇണങ്ങാത്ത വന്യമൃഗങ്ങൾ പോലും വന്നുകൊണ്ട് സംസാരിക്കുന്ന നബിയേ വമുനജ്ജിയം മിൻ ജാഹിമിൻ മഹ്ശൂഷി, കത്തിക്കപ്പെടുന്ന നരകം തീ, ആ തീനാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിലും രക്ഷപ്പെടുത്തുന്നുണ്ട്, ആഖിറത്തിലും രക്ഷപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിൽ നരകത്തേക്ക് പോവാതിരിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ റസൂലുള്ളാഹിയുടെ ഉപദേശം കേൾക്കാതെ അവിടുത്തെ കൊണ്ട് വിശ്വസിച്ച സാധുക്കളായ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ, നരകത്തേക്ക് പോവാൻ കാരണമാകുന്ന ഹേതുവാകുന്ന തെറ്റുകൾ സംഭവിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, ഞാൻ മരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. എന്താ, ഞാൻ മരിക്കുകയാണെങ്കിൽ, നിങ്ങളുള്ള സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിച്ചു, എന്നോട് കാണിക്കേണ്ട മര്യാദകൾ, കടപ്പാടുകൾ നിങ്ങൾ നിർവഹിച്ചു എന്ന അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ മരിച്ചാൽ, ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അറിയും. നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. നിങ്ങൾ നന്മ ചെയ്താലോ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ നരകത്തിൽ നിന്ന് കാക്കുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് കാക്കുന്നുണ്ട്. ആദ്യം റസൂലുള്ളാഹി പ്രബോധനം കൊണ്ട് നമ്മെ നരകത്തിൽ നിന്ന് കാത്തു. ഇപ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥന കൊണ്ട് നമ്മെ കാക്കുന്നുണ്ട്. ഇനിയും അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാതെ എന്തായാലും ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ നരകത്തേക്ക് തള്ളിയാൽ ആ നരകത്തിൽ നിന്ന് കയറാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും. നാം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള സമുദായം മുതൽ അന്ത്യനാൾ വരെയുള്ള സമുദായത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ നരകമോചനത്തിന് വേണ്ടി നരകത്തിൽ പ്രവേശിച്ച വിശ്വാസികൾക്ക് അവർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തായതുകൊണ്ട്, എല്ലാവരും റസൂലുള്ളാഹിയുടെ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകമോചനത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതാവും മുനജ്ജിയം മിൻ ജാഹിമിൻ മഹ്ശൂഷി, ആളി കത്തിക്കപ്പെടുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ. നരകത്തിന് അല്ലാഹു തആല വലിയ ശക്തി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. നരകത്തിൽ കത്തിക്കപ്പെടുന്ന വ്യക്തികൾക്കും അവർക്കും അല്ലാഹു തആല ശക്തി, നരകത്തിൻ്റെ തീയ് കരിച്ചു കളഞ്ഞാൽ പിന്നെ വേദന ഇല്ലാതായി പോവില്ലേ, കരിക്കട്ടായി കഴിഞ്ഞാൽ പിന്നെ വേദന അറിയൂലല്ലോ എന്ന് സംശയം വേണ്ട. നരകത്തിൽ അവർ കരിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല വീണ്ടും അവരുടെ ശരീരത്തിനെ മടക്കി കൊടുക്കുന്നു. നിമിഷം കൊണ്ട് കരിയൂലേന്നാ, നിമിഷം കൊണ്ട് കരിയൂല. ഒരാളുടെ ശരീരത്തിന് തന്നെ അല്ലാഹു തആല ഉഹുദ് മലയോളമൊക്കെ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് തന്നെ ഉഹുദ് മലയോളം വലുപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല്ലിന് തന്നെ ഉഹുദ് മലയുടെ വലുപ്പം, പല്ലിന് മാത്രമല്ല, പല്ല് മാത്രം ഉഹുദ് മലയുടെ വലുപ്പം, ബാക്കിയുള്ളത് ഇത്ര ചെറുത്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അവയവങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തുന്ന, നരകത്തിലേക്കിടുന്ന വ്യക്തികളുടെ അവയവം കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കൂല. ആ രൂപത്തിൽ വികലമാക്കിയിട്ടാണ്, ഒരിക്കലും മനുഷ്യരൂപത്തിലല്ല നരകത്തിലേക്ക് നരകാവകാശികളെ തള്ളുന്നത്
അവർ വികലമാക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കുറേ സമയം അവരെ ശരീര നരകത്തിന് തിന്നാനുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബികഅസ്സ ഫിത്തൂഫാനി നൂഹുൻ വൽ ഖലീലു ബിനാരി നുംറൂദിൻ ബഖിയത്തി കൂശി. എന്താ പറയാനുള്ളത് നബിയേ? അങ്ങയെക്കൊണ്ടാണല്ലോ ലോകത്ത് നടക്കുന്നത്. ബികഅസ്സ ഫിത്തൂഫാനി നൂഹുൻ, നൂഹ് നബി അലൈഹിസ്സലാം ഭൂലോകത്ത് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം ഉണ്ടായപ്പോൾ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള മഹാപ്രളയം, ആ പ്രളയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനിക്ക് വിജയമുണ്ടായത്, രക്ഷപ്പെടാൻ സാധിച്ചത്, നൂഹ് നബിക്ക് അഭിമാനമുണ്ടായത് അങ്ങയെക്കൊണ്ടാണ്, നബി തങ്ങളെ കൊണ്ടാണ് അഭിമാനമുണ്ടായത്. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലൂടെയാണ് റസൂലുള്ളാഹി വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹു തആല നൂഹ് നബിയെയും കുടുംബത്തെയും അല്ലാഹു തആല രക്ഷിച്ചു. വൽ ഖലീലു ബിനാരി നുംറൂദിൻ ബഖിയത്തി കൂശി. അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നുംറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ വീണപ്പോൾ, തള്ളപ്പെട്ടപ്പോൾ, ആ നുംറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് രക്ഷ ഉണ്ടായതും അഭിമാനമുണ്ടായതും, അഭിമാനത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നുംറൂദ് ബിൻ കൻആൻ ബിൻ സിൻജാരിബ് ബിൻ നുംറൂദുൽ അക്ബർ ബിൻ കൂഷ് ബിൻ ഹാം ബിൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ വന്ന ആളാണ്. ആര്? നുംറൂദ്. അവൻ്റെ തറവാട ഞാൻ വായിച്ചത്. കൂഷ് എന്നാണ്. കൂഷിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് വരുന്നത്. നൂഹ് നബിയുടെ മകൻ ഹാമിൻ്റെ മകനാണ് കൂഷ്. അങ്ങനെയാണ് ഈ നുംറൂദ് വരുന്നത്. ആ നുംറൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തള്ളിയ സംഭവം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നാം അത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് അങ്ങ് തള്ളിയപ്പോൾ അള്ളാഹു പറഞ്ഞു, കുൽനാ യാ നാറു, ഓ തീയെ. അള്ളാഹു താലാക്ക് എന്തിനേയും, അള്ളാഹിൻ്റെ ഏത് സൃഷ്ടിനെ സംബോധന ചെയ്യാൻ കഴിയും. ഏത് സൃഷ്ടിക്കും അള്ളാഹുവിനോട് സംബോധന ചെയ്യാനും കഴിയും. അള്ളാഹുവിനോടും റസൂലിനോടും പറയാൻ കഴിയും. അള്ളാഹിൻ്റെ റസൂലിൻ്റെയും ആളുകളോടും, അതായത് ഔലിയാക്കന്മാരോടും സംസാരിക്കാൻ കഴിയും. അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വ്യക്തമായ പ്രസ്താവനകളിലൂടെ പറയാൻ കഴിയും. ഇപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ അല്ലാഹു തആല തീയിനോട് പറഞ്ഞു, ഓ തീ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് കൂനി ബർദൻ, നിൻ്റെ സ്വഭാവം അത് ചൂടാണ്, നീ തണുപ്പാവണം. തണുപ്പാവണം എന്ന് പറഞ്ഞാൽ തണുപ്പ് ശല്യമാവരുത് ഇബ്രാഹിം നബിക്ക്. വസലാമൻ, തണുപ്പാവലോട് നീ രക്ഷയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് നല്ല, അതിൻ്റെ ഉള്ളിൽ നല്ല സുഖമായി. ഇതെന്തുകൊണ്ട് കിട്ടിയതാ? അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലുള്ള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ കിട്ടിയതാണ്. രണ്ടർത്ഥത്തിന്. ഒന്ന്, ഇബ്രാഹിം നബിയുടെ മുതുകിൽ റസൂലുള്ളാഹി ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി വരാനുള്ളത് കൊണ്ട് ഇബ്രാഹിം നബി ആ തീയിൽ വെച്ച് മരിച്ചു പോയാൽ പിന്നെ റസൂലുള്ളാഹി വരലുണ്ടാവില്ല. രണ്ട്, അന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യം ലോകത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റസൂലുള്ളാഹിനെ പഠിച്ചു വെച്ചിരിക്കുന്നത് മൗലിദുൽ ഹുസ്നൈനിൽ നേരത്തെ പറഞ്ഞതല്ലേ. മൗലിദുൽ ഹുസ്നൈനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ രൂപത്തിൽ, ശരീരമില്ലെങ്കിലും പക്ഷേ റൂഹുണ്ട്, രൂപമുള്ള, ശരീരത്തിൻ്റെ അതേ രൂപമുള്ള റൂഹ് അല്ലാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയിൽ നിന്നാണ് മലക്കുകൾക്കും അമ്പിയാക്കന്മാർക്കും സാധാരണക്കാർക്കും എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല റഹ്മത്ത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ വീഴുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് നൽകുന്ന ആ റഹ്മത്ത് അല്ലാഹു തആല ആലമുൽ ഗൈബിൽ നിലകൊണ്ടിരുന്ന, അന്നേരം ആലമുൽ ഗൈബിൽ അദൃശ്യ ലോകത്തായിരുന്ന
റസൂലുള്ളാഹിയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് നൽകുന്നത്. അതാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമെന്ന് പലപ്പോഴായി നാം വിശദീകരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം വൽ ഖലീലു ബിനാരി നുംറൂദിൻ ബഖിയ്യത്തി കൂഷി, നുംറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷയുള്ള ആളും അഭിമാനമുള്ള ആളുമായത് റസൂലുള്ളാഹിയെ കൊണ്ടാണ്. ബിക നുസ്റത്തുൽ ഇസ്ലാമി ളിദ്ദ ഉദാതിഹി കം ഖുത്ത ഫിൽ ഗസവാതി ഖൈറ ജുയൂഷി. ബിക നുസ്റത്തുൽ ഇസ്ലാം, നബിയെ അങ്ങയെ കൊണ്ട് മാത്രമാണ് ഇസ്ലാമിലുണ്ടായ സഹായങ്ങളെല്ലാം ളിദ്ദ ഉദാതിഹി, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരിൽ ഇസ്ലാമിലുണ്ടായ എല്ലാ സഹായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ്. അത് അതാത് കാലങ്ങളിൽ സ്വഹാബത്തായാലും താബിഈങ്ങളായാലും തബഉ താബിഈങ്ങളായാലും പിന്നീട് വന്ന ഇമാമിങ്ങൾ ഔലിയായി ആരിലൂടെ ഇസ്ലാമിനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അവരിലേക്ക് ആ സഹായം എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാമിന് എവിടെ ഫുതൂഹ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഫുതൂഹുകളെല്ലാം, അത് മടവൂരിൻ്റെ ഫുതൂഹാണെങ്കിലും മടവൂരിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ സുൽത്താനുൽ ഹിന്ദിൽ അജ്മീരി തങ്ങളുടെ ഫുതൂഹാണെങ്കിലും ആ എല്ലാ സഹായങ്ങളും ദീനുൽ ഇസ്ലാമിന് ഉണ്ടായ മുഴുവൻ സഹായങ്ങളും അത് ഖാസിമുഹ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ വിഹിതിച്ചു കൊടുക്കുന്നത്, അതെല്ലാം അവരിലേക്ക് എത്തുന്നത് തിരുനബിയിലൂടെയാണ്. അപ്പോൾ തിരുനബിയെ കൊണ്ടാണ് പറയുന്നത് ബിക നുസ്റത്തുൽ ഇസ്ലാം, അങ്ങയെ കൊണ്ട് മാത്രമാണ് ഇസ്ലാമിനിക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. ളിദ്ദ ഉദാതിഹി, ശത്രുക്കൾക്കെതിരിൽ. കം ഖുത്ത ഫിൽ ഗസവാതി ഖൈറ ജുയൂഷി, നബിയെ അങ്ങ് പങ്കെടുത്ത യുദ്ധങ്ങളിൽ എത്ര സൈന്യത്തിനിക്കാണ് അങ്ങ് നേതൃത്വം കൊടുത്തത്. ബിക ലാ യസാലുൽ അർശു യബ്റുഖു ബഹ്ജതൻ ബിക ളല്ല ശംസുൽ യൗമി ذات نعوشി. ബിക ലാ യസാലുൽ അർശു യബ്റുഖു ബഹ്ജതൻ, നബിയേ അങ്ങയുടെ കാരണം കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ മഹാസിംഹാസനം അർശ്, ദിവ്യസിംഹാസനം ശോഭയാൽ ലംഘിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സിംഹാസനത്തിനിക്ക് ആ പ്രകാശമുണ്ടാവാൻ കാരണം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നൂറ് കൊണ്ട് പഠിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് കൊണ്ട് പഠിച്ചു. പിന്നീട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നൂറ് വീണ്ടും ആ അർശിൽ അള്ളാഹു തആല വീണ്ടും ഒഴിച്ചു, ആ അർശിന് കുടിപ്പിച്ചു. അതുകൊണ്ടാണ് അർശിന് അത്ര പ്രകാശമുണ്ടായത്. ഇപ്പോഴും അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനം അതുള്ളയിടത്ത് നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് നൂറ് മുഹമ്മദീയൻ സത്തയിൽ നിന്ന് എപ്പോഴും അർശിലേക്ക് ഒരു പ്രസരിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഒളിവിൻ്റെ പ്രസരിപ്പ് ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അർശ് അവിടെ നിലനിൽക്കുന്നത്. അതാ പറയുന്നത് എല്ലാറ്റിൻ്റെയും സിറ്, എല്ലാറ്റിൻ്റെയും രഹസ്യം അത് സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. അങ്ങയെക്കൊണ്ടാണ് അർശ് ശോഭയാൽ ലംഘിക്കൊണ്ടിരിക്കുന്നത്. ബിക ളല്ല ശംസുൽ യൗമി ذات نعوشി, അങ്ങയുടെ കാരണം കൊണ്ടാണ്, അങ്ങയെക്കൊണ്ടാണ് പകലിലെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത്. പകലിലെ സൂര്യൻ വെളിച്ചം നൽകി പ്രകാശരശ്മികളോടുകൂടെ ആ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണം കൊണ്ടാണ്. പല അർത്ഥത്തിലും തിരുനബിയുടെ നൂറാണ് ഷംസിലുള്ള നൂറ്. മറ്റൊന്ന് ഷംസിനിക്ക് അള്ളാഹു തആല പടച്ചു വെച്ച സൂര്യൻ, ആ സൂര്യന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നൂറ് മുഹമ്മദിയിൽ നിന്ന് ആ സൂര്യനിലേക്ക് എപ്പോഴും ഒരു കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ ഷംസ്, ആ സൂര്യൻ അപ്രത്യക്ഷമാകും, അത് ഇല്ലാതെയായി പോകുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബിക കുല്ലു അൻവാരിൽ ജിനാനി വറൗനകുൽ
ഹുരിൽ ഹിസാനി വസീനത്തുൽ മഫ്റൂഷി. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതിൻ്റെയും അപ്പുറത്താണ്. അംബിയാ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ്. ഔലിയാ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ്. മലക്ക് ജിബ്രീൽ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാം എത്തിപ്പെടാത്ത മേഖലയിൽ മാത്രമുള്ള മലായിക്കത്ത്, ആ മലായിക്കത്തും റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബല്ലേ അള്ളാഹുവിൻ്റെ സിറുൽ അസ്റാർ, രഹസ്യങ്ങളുടെ രഹസ്യം. ബിക കുല്ലു അൻവാരിൽ ജിനാൻ, സ്വർഗങ്ങളുടെ എല്ലാ പ്രകാശങ്ങളും, സ്വർഗങ്ങളിലുള്ള മുഴുവൻ പ്രകാശങ്ങളും നബിയെ അങ്ങയുടെ പ്രകാശമാണ്, അങ്ങയെ കൊണ്ടുള്ള പ്രകാശമാണ്. വറൗനകുൽ ഹൂരിൽ ഹിസാൻ, അതിസുന്ദരികളായ സ്വർഗീയ ഹൂറിമാർ, ആ ഹൂറിമാരുടെ ശോഭയും അവരുടെ പ്രകാശവും നബിയെ അങ്ങയുടെ പ്രകാശമാണ്. ഹൂറിമാരുടെ പ്രകാശം എത്രേ? സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഹൂറിമാരിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു സ്വർഗീയ ഹൂറിമാരിൽപ്പെട്ട ഒരൊറ്റ സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചാൽ അവളുടെ പല്ലിൽ നിന്ന്, മുൻപല്ലിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ഭൂമിയാകെ പ്രകാശിക്കും. പിന്നീട് സൂര്യൻ്റെ ആവശ്യമുണ്ടാകില്ല, അത്രയും പ്രകാശമുണ്ട് ഹൂറിമാരുടെ പല്ലിന് എന്ന് ഹദീസിൽ കാണാം. ആ പ്രകാശം, ആ ഹൂറിമാരുടെ പ്രകാശം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിയതാണ്. അത് നിലനിൽക്കുന്നതും റസൂലുള്ളാഹിനെ കൊണ്ടാണ്. വസീനത്തുൽ മഫ്റൂഷി, സ്വർഗത്തിൽ വിരിച്ച ഫിഹാ സുറുറും മർഫൂഅ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ അല്ലാഹു തആല വലിയ വിരിപ്പുകളും മെത്തകളുമൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ആ മെത്തകളുടെ ഭംഗി നാം ഇതുവരെ കാണാത്ത, സങ്കല്പിക്കാത്ത ഭംഗിയാണ്. ആ ഭംഗിയൊക്കെ, ആ പ്രൗഢിയൊക്കെ ഉണ്ടായത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. യാ ഷാഫിഅൻ ലിൽ ഹയ്യി വൽ മഖ്ബൂരി വൽ മഹ്ശൂരി വൽ മിസ്ലാഖി വൽ മഖ്ദൂഷി. ഈ കവിതയിൽ പറയുന്ന ഓരോ വരികളിലുമുള്ള മീനിങ് ഒരിക്കലും അത് അമിതമല്ല, എവിടെയും എത്തിയിട്ടില്ല. റസൂലുള്ളാഹിനെ പറ്റി വർണ്ണിച്ചത് എവിടെയും എത്തിയിട്ടില്ല. ആർക്കെങ്കിലും അമിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. യാ ഷാഫിഅൻ ലിൽ ഹയ്യി, ജീവിച്ചിരിപ്പുള്ളവർക്ക്, ദുനിയാവിലുള്ള ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന നബിയെ. റസൂലുള്ളാഹി ദുനിയാവിൽ ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹിനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ ദുനിയാവിൽ റസൂലുള്ളാഹി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ശഫാഅത്ത് ചെയ്യും. അതല്ല ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി മദീനയിലെത്തിയാൽ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി പഠിപ്പിച്ചല്ലോ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്. പലപ്പോഴായി നാം പറഞ്ഞ സംഭവമാണ്, നബിയേ ഇങ്ങോട്ട് വരാൻ ഞങ്ങളോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ തെറ്റ് ചെയ്തുകൊണ്ട് അങ്ങയെ സമീപിക്കുന്നു, എനിക്ക് ശഫാഅത്ത് ചെയ്യണേ, പൊറുക്കൽ തേടണേ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പൊറുക്കൽ തേടുകയും അത് ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ യാ ഷാഫിഅൻ ലിൽ ഹയ്യി, ജീവിച്ചിരിപ്പുള്ളവർക്ക് ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന നബിയെ. വൽ മഖ്ബൂരി, ഖബറാളികൾക്കും ശഫാഅത്ത് ചെയ്യുന്ന നബിയെ. ഖബറിൽ വലിയ വിഷമമുണ്ടാവും ഖബറാളികൾക്ക്. ആ ഖബറാളികൾക്ക് വിഷമമുണ്ടാകുമ്പോൾ വിഷമത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് അകറ്റാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ആവശ്യമാണ്. അവർക്കും ശഫാഅത്ത് ഉണ്ടാകും. വൽ മഹ്ശൂർ, മഹ്ശറിലെത്തിയാൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവിടെയും റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരടക്കമുള്ള എല്ലാവർക്കും ആവശ്യമായ ഷഫാഅത്തുൽ ഉൾമയാണ് ആദ്യത്തെ ഷഫാഅത്ത്. അന്ന് ഷഫാഅത്ത് ചെയ്യുന്ന നബിയെ
വൽ മിസ്ലാഖ്, പിന്നീട് സിറാത്ത് പാലത്തുമ്മൽ പോകുന്ന സമയത്ത് ആ സിറാത്ത് പാലത്തിൽ നിന്ന് അതിൻ്റെ നേരെ താഴെ നരകമാണ്. നരകത്തിൻ്റെ മുകളിലൂടെ ഉള്ളൊരു പാലമാണ് സിറാത്ത് പാലം. 70,000 വർഷം സഞ്ചരിക്കാൻ ദൈർഘ്യമുള്ള പാലമാണ്. 70,000 വർഷം സഞ്ചരിക്കാനുണ്ട് ആ പാലത്തിലൂടെ. ആ പാലം നേരെയിട്ട പാലമല്ല, അത് പൊങ്ങിയിട്ടും താഴ്ന്നിട്ടുമുള്ള പാലമാണ്. കിലോമീറ്ററുകൾ കയറുകയും കിലോമീറ്ററുകൾ ഇറങ്ങുകയും വേണം, അങ്ങനത്തെ പാലമാണ്. ആ പാലത്തിലൂടെ ചലിക്കുമ്പോൾ എത്രയോ ദോഷികൾ ആ പാലത്തിൽ നിന്ന് വഴുതി നരകത്തിൻ്റെ താഴോട്ട് വീഴും. എന്തിനാ അങ്ങനെ ഒരു പാലം? അത് ദുനിയാവിലുള്ള ദീനുൽ ഇസ്ലാം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വായ വഴി, അതാ പാലം. ആ സിറാത്ത് പാലത്തിൽ ദീനുൽ ഇസ്ലാമാകുന്ന പാലം, അത് നേരെയാണ്. ആ പാലം അള്ളാഹുവിലേക്ക് സ്വർഗത്തിലേക്കുള്ള പാലം ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഇടത്തേക്കും വലത്തേക്കും വ്യതിചലിക്കാതെ നേരെ മുന്നോട്ട് പോയ വ്യക്തി, അവർക്ക് സിറാത്ത് പാലം ഒരു പ്രയാസം ഉണ്ടാവില്ല. അവിടെ എത്ര വളവും തിരിവും കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടെങ്കിലും സിറാത്ത് പാലം നേരെ പോകാൻ കഴിയും. അല്ല, ഇവിടുന്ന് ദീനുൽ ഇസ്ലാമിൽ നേരെ പോകാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അത് പ്രകടമാക്കുകയാണ് അല്ലാഹു തആല. ഇവിടുന്ന് ഒരു ദിവസം നല്ല നിലക്ക് പോയി, പിറ്റേ ദിവസം കള്ള് കുടിച്ച് തെറ്റിപ്പോയി, അല്ലെങ്കിൽ തമ്മാടിത്തരം ചെയ്ത്, എന്നാൽ അവരാണ് സിറാത്ത് പാലത്തും അങ്ങ് കയറി പിന്നീട് വീണു പോകുന്നത്, നരകത്തിലേക്ക് വീണു പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വൽ മഖ്ദൂഷി, പിന്നൊരു വിഭാഗമുണ്ട്. ആദ്യത്തെ വിഭാഗം സിറാത്ത് പാലത്തിലൂടെ പോയി വഴുതി വീഴുന്നവർ. രണ്ടാമത്തെ വിഭാഗം, അവർ വഴുതി വീഴുന്നില്ല, പിടിച്ചു നിൽക്കുന്നുണ്ട്, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലക്കുകളോട് കൽപ്പനയുണ്ട്, അവരുടെ കയ്യിൽ നരകത്തിൻ്റെ സിറാത്ത് പാലത്തിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന ചില മലക്കുകളുണ്ട്. അവർക്ക് ആ നരകത്തിൻ്റെ തീ അനുഭവിക്കുന്നില്ല, അതിനുള്ള ശക്തി ഒരുക്കി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അവർ അവരുടെ കയ്യിലുള്ള വളഞ്ഞ വടി, ആ വളഞ്ഞ വടി ഈ സിറാത്ത് പാലത്തിലൂടെ പോകുന്ന ദോഷികളായ ചില ആളുകളെ കാലിൽ കുളത്തി വലിച്ച്, കല്ലൂബ് എന്ന റസൂലുള്ളാഹി പറഞ്ഞത്, വളഞ്ഞ വടി ആ കാലിൽ കുളത്തി വലിച്ച് നരകത്തിലേക്ക് വലിച്ചിടും. അവരാണ് മഖ്ദൂഷ് എന്ന് പറയുന്നവർ, കാലിൽ കുളത്തി മുറിവാകുന്നവർ. പക്ഷേ റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തുണ്ടെങ്കിൽ ആ കാലിൽ കുളത്തി വലിച്ച് മുറിവായവരും ചിലപ്പോൾ നരകത്തിലേക്ക് വീഴാതെ അങ്ങ് രക്ഷപ്പെടും. അതാ പറയുന്നത്, വൽ മിസ്ലാക്കി, വഴുതുന്ന വ്യക്തിക്കും ഷഫായത്തുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഷഫായത്തിൽ രക്ഷപ്പെട്ടു. വഴുതി വീണ ശേഷം പിന്നീട് ചില ഷഫായത്തുണ്ട്. വൽ മഖ്ദൂഷി, മലക്കുകൾ പിടിച്ചു വലിച്ചുകൊണ്ട്, വടി കൊണ്ട് കുളത്തി വലിച്ചുകൊണ്ട് കാലിൽ മുറിവാകുന്നവർക്ക് ഷഫായത്ത് ചെയ്യുന്ന നബിയെ. വഉലാക, ഇതൊക്കെ അങ്ങയുടെ സ്ഥാനമാനങ്ങളാണ്. വഉലാക ലാ യുഹ്സിഹി മുസ്നിൻ ഷായിറു ഔ വഅഉൻ ഔ കാതിബുൽ മർകൂഷി. വഉലാക ലാ യുഹ്സിഹി മുസ്നിൻ, അങ്ങയുടെ സ്ഥാനമാനങ്ങൾ, അങ്ങയുടെ മഹത്വങ്ങൾ ഒരു ഗദ്യം രചിക്കുന്ന വ്യക്തിക്ക് അത് ക്ലിപ്തപ്പെടുത്താനോ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. മുസ്നിൻ, അങ്ങയുടെ സ്ഥാനമാനങ്ങൾ, മുസ്നിൻ, അങ്ങയുടെ പ്രകീർത്തിക്കുന്ന ആർക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ലാ യുഹ്സിഹി, മുസ്നിൻ, പ്രകീർത്തിക്കുന്നവർ അതിനെ പറഞ്ഞു തീർക്കുകയില്ല. ഷായിറുൻ, അവൻ കവിയാണെങ്കിലും, ഔ വഅഉൻ, അല്ലെങ്കിൽ നല്ല വാഗ്മിയാണെങ്കിലും പ്രസംഗകനാണെങ്കിലും, ഔ കാത്തിബുൽ മർകൂഷി, അല്ലെങ്കിൽ നല്ല ലേഖകനാണെങ്കിലും ആർക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അർജു റസൂലല്ലാഹി ഫൈളക ലാതിഫാ ഫംനുൻ അലയ്യ ബിഫദ്ലികൽ മർശൂഷി. അർജു റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഞാൻ
പ്രതീക്ഷിക്കുന്നു, ഫൈലക അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു, ലാ തുഫ അങ്ങ് എന്നോട് കൃപ കാണിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് ഔദാര്യം ചെയ്യണമേ, ഫംനുൻ അലയ്യ അങ്ങ് എനിക്ക് തരണമേ, ബി ഫദ്ലിക്കൽ മർശൂഷി ചൊരിക്കുന്ന അങ്ങയുടെ ഔദാര്യം എനിക്ക് തരണമേ. ഖുദ്ബി എന്താണ് ആ ഔദാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുദ്ബി ലത്താഅത്തി വസ്രിഫ് ദായിമ അമ്മാറതി കൽ ആനിഫിൽ മഖ്ശൂഷി. ഖുദ്ബി ലത്താഅത്ത് നബിയേ നന്മകളിലേക്ക്, ആരാധനകളിലേക്ക്, നന്മകളിലേക്ക് എൻ്റെ കൈപ്പിടിക്കണേ നബിയെ. തിന്മകളിൽ നിന്നും എൻ്റെ കൈപ്പിടിച്ച് നന്മകളിലേക്ക്, സുഹൃതങ്ങളിലേക്ക് എൻ്റെ കൈപ്പിടിക്കണേ. ഇതാണ് എനിക്കുള്ള ഒരു അപേക്ഷ. വസ്രിഫ് ദായിമ എപ്പോഴും തിരിക്കണമേ, അമ്മാറത്തി എൻ്റെ അമ്മാറത്ത് എന്ന് പറയുന്ന ദുർബോധനം നടത്തുന്ന ദേഹേച്ഛയെ, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർമനസ് ദേഹേച്ഛ, ആ ദേഹേച്ഛയെ അങ്ങ് തടയണേ. കൽ ആനിഫിൽ മഖ്ശൂഷി മൂക്ക് കയറി വെച്ച ഒട്ടകം, ആ ഒട്ടകത്തിനാണ് ആനിഫുൽ മഖ്ശൂഷ് എന്ന് പറയുക. ആ ഒട്ടകം മൂക്ക് കയറി കൂട്ടിപ്പിടിച്ച ഒട്ടകം പിടിച്ചോടുത്ത് കിട്ടും എന്നതുപോലെ എൻ്റെ ദേഹേച്ഛ, ദുർബോധനം നടത്തുന്ന എൻ്റെ ദേഹേച്ഛയുടെ ശക്തി, ആ ദേഹേച്ഛയെ നബിയെ അങ്ങ് പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ട് പോവണേ. അമ്മാറത്ത് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മാറത്ത് ദേഹേച്ഛക്ക്, നഫ്സുൽ അമ്മാറക്ക് 70 പിശാച്ചിനേക്കാൾ ശക്തിയുണ്ട് എന്ന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വഹസ്റത മിൻ ഗഫ്ലതി അർ റബ്ബിന ഫശ്ഗൽ ഖുലൈബി ബിസ്മിൽ മൻഖൂഷി. കിബ്ർ, അസൂയ, ഉൾനാട്യം, മടി, ലോകമാന്യം, അലസത, ഇതൊന്നും പിശാച്ചുണ്ടാക്കണതല്ല. അതിന് പിശാച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ നഫ്സുൽ അമ്മാറ ഉണ്ടാക്കുന്നത്. നമ്മുടെ മോശപ്പെട്ട നഫ്സിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആ നഫ്സ് കൊണ്ട്, ദേഹേച്ഛ കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ മോശപ്പെട്ട അവസ്ഥ കൊണ്ട് നമുക്ക് പല നല്ല കാര്യങ്ങളും നഷ്ടമാകുന്നു. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അല്ലാഹു തആല വരെ ഈ ദുസ്വഭാവം കാണുമ്പോൾ ആൾ നല്ല മനുഷ്യനായി അള്ളാഹു നന്നാക്കാൻ കരുതിയ ആളാണെങ്കിൽ അവൻ അല്ലാഹു തആല ഈ മോശപ്പെട്ട ചിന്ത മനസ്സിൽ വന്നാൽ അള്ളാഹ് ശിക്ഷിക്കും, അപ്പം തന്നെ ശിക്ഷിക്കും. ഒരു നല്ല മനുഷ്യന്, ഒരു സ്വാലിഹായ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വാലിഹായിട്ടില്ലെങ്കിലും സ്വാലിഹാവാൻ ശ്രമിക്കുന്നൊരു മനുഷ്യന്, അദ്ദേഹത്തിന് അല്ലാഹു തആല ഒരു നല്ലൊരു കാർ കൊടുത്തു. ആ കാർ കൊടുത്തപ്പോൾ അദ്ദേഹം ഫാമിലിനെ കൂട്ടി ആ കാർ ഡ്രൈവ് ചെയ്ത് പോവാം. ഫാമിലി കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നലുണ്ട്, അവന് ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് തോന്നി ഫാമിലിയും കൂട്ടി പോയപ്പോൾ മോശമായ ചിന്ത വന്നു മനസ്സിക്ക്. എന്താ മോശമായ ചിന്ത? എന്തോ ദുരഭിമാനോ കിബുറോ ഒക്കെ തോന്നിപ്പോയി. ആ പോക്ക് നേരെ ഇടിക്കാനായിരിക്കും. പടച്ചോൻ കാക്കട്ടെ, തീരെ വരാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ചെറിയൊരു തോന്നൽ, ഞാൻ തിരക്കേടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നിയാൽ, ദുരഭിമാനം തോന്നിയാൽ അള്ളാഹു ഒതുക്കിയിടും, അള്ളാഹു ശിക്ഷിക്കും. ചിലപ്പോൾ വലിയ ശിക്ഷ ആയി പോവും, ചിലപ്പോൾ ചെറിയ ശിക്ഷ ആവും. ഈ ശിക്ഷ എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് എന്ന് അന്നേരം അടിമ തിരിച്ചറിഞ്ഞാൽ അവനാണ് നല്ല സ്വാലിഹ മനുഷ്യൻ. തിരിച്ചറിയുകയും അവൻ ആ ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി പിന്നീട് അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കാതിരിക്കുകയും ചെയ്താൽ അവൻ ഭാഗ്യവാനാണ്. ചിലരെ അല്ലാഹു തആല അങ്ങനെ 1, 2, 10, 50 പ്രാവശ്യം അല്ലാഹു തആല ശിക്ഷിക്കേണ്ടി വരും. എന്നാലേ ചിലർ ആ വിഷയത്തിലേക്ക്, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിലേക്ക് അങ്ങനെ പല തവണ അല്ലാഹു തആല ശിക്ഷിച്ചാലേ ചിലർ ഉത്ബുദ്ധരാവും. നല്ല മനുഷ്യന്മാരെ പെട്ടെന്ന് ഉത്ബുദ്ധരാവും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
وحسرتا من غفلتي عن ربنا فاشغل قليبي باسمه المنقوش. വഹസ്രത എൻ്റെ ദുഃഖമേ, മിൻ ഗഫ്ലത്തി അർ റബ്ബിന നമ്മുടെ നാഥനായ റബ്ബ്, നമ്മെ എപ്പോഴും നിയന്ത്രിക്കുന്ന റബ്ബ് തആല, ആ റബ്ബ് തആലയിൽ നിന്ന് എനിക്ക് പലപ്പോഴും അശ്രദ്ധ വരുന്നു. റബ്ബിനെ ചിന്തിക്കാൻ കഴിയാതെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ റബ്ബിനെ പരിഹസിക്കുന്ന അവസ്ഥ വരുന്നു. എൻ്റെ ദുഃഖമേ, ഈ ഗഫലത്ത്, അശ്രദ്ധ, ഈ ഗഫലത്ത് അശ്രദ്ധ പോയി കിട്ടാൻ എന്ത് ചെയ്യും? എൻ്റെ ദുഃഖമേ, ഫശ്ഗൽ ഖുലൈബി, എൻ്റെ ഹൃദയത്തിനെ ജോലിയാക്കണേ നബിയെ. എൻ്റെ കുഞ്ഞു ഹൃദയം, എൻ്റെ ചെറിയ ഹൃദയം, എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിനെ അങ്ങ് ജോലിയാക്കണേ. ബിസ്മിൽ മങ്കൂഷി, ആ ഹൃദയത്തിൽ അല്ലാഹ് എന്ന് നഖ്ഷ് ചെയ്താൽ രേഖപ്പെടുത്തി തരും ഗുരു, ഷെയ്ഖ്. ഗുരു മുരീദിന് അതിൻ്റെ സമയമാവുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹ് എന്ന് രേഖപ്പെടുത്തി കൊടുക്കും. ആ രേഖപ്പെടുത്തി കൊടുത്താൽ പിന്നെ ആ മുരീദിന് എപ്പോഴും അള്ളാഹ് എന്നുള്ള ചിന്തന ഉണ്ടാവുള്ളൂ, എപ്പോഴും കൽബിൽ ദിക്റായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹിയാണ് നമ്മളൊക്കെ ഗുരു. റസൂലുള്ളാഹിനോടാ പറയണം, നബിയെ എൻ്റെ ചെറിയ കൊച്ചു ഹൃദയത്തിൽ അങ്ങ് അള്ളാഹ് എന്ന് രേഖപ്പെടുത്തി തരണേ, എന്നാൽ എൻ്റെ ഹൃദയം എപ്പോഴും അള്ളാഹുവിലായി ലയിച്ചു പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.